കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ഡിസംബർ 8-ന് വിധി പറയും. 7 കൊല്ലത്തോളം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുക. പൾസർ സുനി 1-ാം പ്രതിയായ കേസിൽ നടൻ ദിലീപ് 8-ാം പ്രതിയാണ്. കോളിളക്കം സൃഷ്ടിച്ച നടിയെ ആക്രമിച്ച കേസിൽ ജസ്റ്റിസ് ഹണിയം വർഗീസിന്റെ ബെഞ്ചാണ് വിധി പറയാൻ ഒരുങ്ങുന്നത്. 7 വർഷത്തോളം നീണ്ട വിചാരണയ്ക്കൊടുവിൽ ഡിസംബർ 8-നാണ് വിധി ദിനമായി തീരുമാനിച്ചിരിക്കുന്നത്. നടൻ ദിലീപ് 8-ാം പ്രതിയായ കേസിൽ പൾസർ സുനിയാണ് 1-ാം പ്രതി. അസാധാരണമായ നിയമ പോരാട്ടമാണ് കേസിൽ നടന്നത്. ഇവിടെ നീതി കിട്ടുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് എത്ര ഫൈറ്റ് ചെയ്തിട്ട് ഇതിന് പല പല ഘട്ടങ്ങളും പലതരത്തിലുള്ള സാധ്യതകളുമുള്ള ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതിൽ നീതി ഉറപ്പാകുമെന്ന് വിശ്വസിച്ച് ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിന് വേണ്ടി പോരാടുന്ന ഒരാളാണ് ഞങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് തന്നെ നീതി കിട്ടണം, വേറൊരു സോഴ്സും ഇല്ലല്ലോ, കിട്ടണം എന്ന നിലയിൽ നമ്മൾ ഫൈറ്റ് ചെയ്യാം. 2017 ഫെബ്രുവരി മാസം 17-നാണ് കൊച്ചി നഗരത്തിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ടത്. 2018 മാർച്ചിൽ കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിച്ചു. ആദ്യം 7 പ്രതികളുണ്ടായിരുന്ന കേസിൽ പിന്നീട് ദിലീപിനെ 8-ാം പ്രതിയാക്കി അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചു. 85 ദിവസം നീണ്ട ജയിൽവാസത്തിന് ശേഷം ദിലീപിന് ജാമ്യം കിട്ടി. 1600ഓളം തെളിവുകളാണ് കേസിലുള്ളത്. 261 സാക്ഷികളെ വിസ്തരിച്ചു. ഇതിൽ സിനിമാ മേഖലയിൽ നിന്നടക്കം പ്രധാനപ്പെട്ട സാക്ഷികളിൽ 28 പേർ കൂറുമാറി. പ്രോസിക്യൂട്ടർ പിന്മാറിയതടക്കം കേസിൽ വലിയ കാലതാമസമുണ്ടാക്കി. 2017 ഫെബ്രുവരിയിൽ അറസ്റ്റിലായ പൾസർ സുനിക്ക് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ജാമ്യം കിട്ടി. വിചാരണ നടപടി വൈകുന്നതിൽ സുപ്രീം കോടതി കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു. പ്രധാന തെളിവായ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത് വിവാദമായി. ഇതിനിടെയാണ് പ്രധാന സാക്ഷിയായി സംവിധായകൻ ബാലചന്ദ്രകുമാർ എത്തുന്നത്. 2024 ഡിസംബർ 11-ൽ കേസിൽ അന്തിമവാദം ആരംഭിച്ചു. 2025 ഏപ്രിൽ 7-ന് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളി. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ ഭിന്നതയ്ക്കും വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടനയുടെ പിറവിക്കും കാരണമായത് ഈ കേസാണ്. ഹേമ കമ്മിറ്റിയുടെ രൂപീകരണത്തിനും തുടർ നടപടികൾക്കും കൂടി കേസ് വഴിയൊരുക്കി. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.